ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലൊന്നാണ് പ്രിയപ്പെട്ടവർക്കോ നമുക്ക് തന്നെയോ പെട്ടെന്നൊരു ആശുപത്രിവാസം വേണ്ടി വരുന്നത്. ലക്ഷങ്ങളുടെ ബില്ലുകൾ വരുമ്പോൾ നമ്മെ രക്ഷിക്കാൻ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലാകും പലരും ആശുപത്രികളിലെ അഡ്മിഷൻ ഡെസ്കിലേക്ക് ചെല്ലുന്നത്. എന്നാൽ അവിടെ വച്ചാണ് പലരും തങ്ങൾ ക്രൂരമായി വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. ക്യാഷ്ലെസ് ചികിത്സ വാഗ്ദാനം ചെയ്ത് വിറ്റഴിച്ച പോളിസികൾ കൃത്യസമയത്ത് കമ്പനികൾ നിഷേധിക്കുകയും രോഗിയെയും കുടുംബത്തെയും പെരുവഴിയിലാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ന് കേരളത്തിലുടനീളം നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ആരോഗ്യ ഇൻഷുറൻസ് എന്ന രക്ഷാകവചം എങ്ങനെയാണ് ചില സ്വകാര്യ കമ്പനികളുടെ ലാഭം കൊയ്യാനുള്ള ഒരു ചൂഷണോപാധിയായി മാറുന്നത് എന്ന് ഓരോ പോളിസി ഉടമയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റായ ശേഷം ഇൻഷുറൻസ് ക്ലെയിമിനായി അപേക്ഷിക്കുമ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അത് നിഷേധിക്കുക എന്നതാണ് ഈ തട്ടിപ്പുകളിലെ ആദ്യപടി. ക്യാഷ്ലെസ് സൗകര്യം നിരസിച്ച ശേഷം ബില്ലുകൾ സ്വന്തം കയ്യിൽ നിന്ന് അടയ്ക്കാനും പിന്നീട് റീഇംബേഴ്സ്മെൻറ്റായി അപേക്ഷിക്കാനും കമ്പനികൾ ആവശ്യപ്പെടുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപ പെട്ടെന്ന് കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ഇതിന് പുറമെയാണ് EMI സ്കീമുകളിൽ പോളിസി എടുത്തവർ നേരിടുന്ന വലിയൊരു ചതി. പ്രതിമാസ തവണകളായി പ്രീമിയം അടയ്ക്കാമെന്ന വാഗ്ദാനത്തിൽ പോളിസി വിൽക്കുന്ന ഏജന്റുമാർ ക്ലെയിം സമയത്ത് വരുന്ന ഒരു വൻ വ്യവസ്ഥ ബോധപൂർവം മറച്ചുവെക്കുന്നു. ആശുപത്രിയിൽ കിടക്കുമ്പോൾ ക്യാഷ്ലെസ് ക്ലെയിം പാസ്സാകണമെങ്കിൽ ആ വർഷത്തെ ബാക്കിയുള്ള EMI തുക മുഴുവനായി ഒറ്റത്തവണയായി അടച്ചു തീർക്കാൻ കമ്പനികൾ നിർബന്ധിക്കുന്നു. HDFC, എർഗോ പോലെയുള്ള പല പ്രമുഖ സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും ഇത്തരത്തിൽ ഉപഭോക്താക്കളെ വലയ്ക്കുന്നതായി വ്യാപകമായ പരാതികളുണ്ട്. പരമാവധി ക്ലെയിമുകൾ നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ അത് വൈകിപ്പിച്ച് തങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് ഇത്തരം കമ്പനികളുടെ പ്രധാന തന്ത്രം. ഇൻഷുറൻസ് മേഖലയിലെ തട്ടിപ്പുകളെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളിലായി തിരിക്കാം. യഥാർത്ഥത്തിലുള്ള ഒരു ക്ലെയിം തുക ബോധപൂർവം പെരുപ്പിച്ചു കാണിക്കുന്ന സോഫ്റ്റ് ഫ്രോഡ് എന്നും, ഇല്ലാത്ത ഒരു അസുഖത്തിനോ ചികിത്സയ്ക്കോ വ്യാജമായി രേഖകൾ ഉണ്ടാക്കുന്ന ഹാർഡ് ഫ്രോഡ് എന്നും ഇവ അറിയപ്പെടുന്നു. ഈ തട്ടിപ്പുകൾക്ക് പിന്നിൽ ഇൻഷുറൻസ് കമ്പനികൾ മാത്രമല്ല, ആശുപത്രികളും ഏജന്റുമാരും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പല ആശുപത്രികളും രോഗികൾക്ക് നൽകുന്ന ബില്ലുകളിൽ അനാവശ്യമായ ചാർജുകൾ ഉൾപ്പെടുത്താറുണ്ട്. മുറിവാടക, കയ്യുറകൾ, സിറിഞ്ചുകൾ തുടങ്ങിയവയ്ക്ക് ഇരട്ടിയിലധികം വില ഈടാക്കുന്ന ഇൻഫ്ലേറ്റഡ് ബില്ലിംഗ് ഒരു സാധാരണ രീതിയാണ്. കൂടാതെ രോഗിക്ക് നൽകാത്ത മരുന്നുകൾക്കും ചെയ്യാത്ത പരിശോധനകൾക്കും പണം ഈടാക്കുന്ന ഫാൻറ്റം ബില്ലിംഗ്, ചെയ്ത സാധാരണ ചികിത്സയ്ക്ക് പകരം വലിയൊരു ശസ്ത്രക്രിയയുടെ പേരിൽ ബിൽ തയ്യാറാക്കുന്ന അപ്കോഡിംഗ് എന്നിവയും ആശുപത്രികളിൽ വ്യാപകമായി ചെയ്യാറുണ്ട്. മറുവശത്ത് ഏജന്റുമാർ തങ്ങളുടെ ടാർഗറ്റ് തികയ്ക്കാനും കമ്മീഷൻ നേടാനും വേണ്ടി വ്യാജ പോളിസികൾ വിൽക്കുകയും പോളിസിയിലെ പ്രധാനപ്പെട്ട ഒഴിവാക്കലുകൾ അത് ഉപഭോക്താവിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്യുന്നു. അസുഖങ്ങൾ മുൻകൂട്ടി പറഞ്ഞാൽ പോളിസി കിട്ടില്ല എന്ന് പറഞ്ഞ് രോഗവിവരങ്ങൾ മറച്ചുവെക്കാൻ ഏജന്റുമാർ തന്നെ ഉപദേശിക്കുന്നത് പിന്നീട് ക്ലെയിം നിഷേധിക്കാൻ കമ്പനികൾക്ക് എളുപ്പവഴിയൊരുക്കുന്നു. ഇൻഷുറൻസ് കമ്പനികൾ സ്വന്തം നിലയിലും വലിയ വഞ്ചനകൾ നടത്തുന്നുണ്ട്. തങ്ങളുടെ ലാഭവിഹിതം നിലനിർത്താനായി വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ന്യായമായ ക്ലെയിമുകൾ പോലും നിരസിക്കുന്നത് സ്വകാര്യ കമ്പനികളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇത്തരം തട്ടിപ്പുകൾ പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ, അതായത് IPCയിലെ 420, 463 മുതൽ 471 വരെയുള്ള വകുപ്പുകൾ പ്രകാരം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 318 സബ്സെക്ഷൻ 4, അതുപോലെ BNS 336 മുതൽ 340 വരെയുള്ള വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ കുറ്റമാണ്. ഈ വഞ്ചനകളുടെ ആത്യന്തികമായ ഭാരം പേറേണ്ടി വരുന്നത് സത്യസന്ധരായ സാധാരണ പോളിസി ഉടമകളാണ്. തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കമ്പനികൾ പോളിസി പ്രീമിയം തുക കുത്തനെ ഉയർത്തുകയും ക്ലെയിം നടപടിക്രമങ്ങൾ കൂടുതൽ കർശനവും സങ്കീർണവുമാക്കുകയും ചെയ്യുന്നു. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പരസ്യങ്ങളിലെ ആകർഷകമായ വാഗ്ദാനങ്ങളിൽ മയങ്ങാതെ കമ്പനികളുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്ന ചില കണക്കുകൾ നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായി IRDAI പുറത്തിറക്കുന്ന വാർഷിക റിപ്പോർട്ടുകളും കമ്പനികൾ ഓരോ പാദത്തിലും സമർപ്പിക്കുന്ന ഫോം NL37 രേഖകളും പരിശോധിക്കണം. ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ ഏതൊരു കമ്പനിയുടെയും ഈ രേഖകൾ എളുപ്പത്തിൽ കണ്ടെത്താനാകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻകേർഡ് ക്ലെയിം റേഷ്യോ, അതായത് ICR. കമ്പനിക്ക് പ്രീമിയമായി ലഭിച്ച തുകയിൽ എത്ര ശതമാനം തുക അവർ ക്ലെയിമുകളായി തിരികെ നൽകി എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെ കാര്യത്തിൽ ഈ അനുപാതം വളരെ കൂടുതലാണ്. പലപ്പോഴും 100% മുകളിലായിരിക്കും ഇത്. അതായത് അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക അവർ ഉപഭോക്താക്കൾക്ക് നൽകുന്നു. എന്നാൽ സ്വകാര്യ കമ്പനികളുടെ കാര്യത്തിൽ ഇത് 80 മുതൽ 90% വരെയാണ്. സ്റ്റാർ, കെയർ, നിവാബുപ്പ തുടങ്ങിയ സ്റ്റാൻഡ് അലോൺ ഇൻഷുറൻസ് പ്രൊവൈഡർമാരുടെ കാര്യത്തിൽ ഈ അനുപാതം കേവലം 50 മുതൽ 60% മാത്രമാണ്. ഇതിനർത്ഥം ലഭിക്കുന്ന പ്രീമിയം തുകയുടെ പകുതിയോളം അവർ ക്ലെയിം നൽകാതെ ലാഭമാക്കി മാറ്റുന്നു എന്നാണ്. അതിനാൽ ഇത്തരം സ്റ്റാൻഡ് അലോൺ കമ്പനികളെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം. പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾ ഇവരെ അപേക്ഷിച്ച് എത്രയോ മടങ്ങ് വിശ്വസനീയവും മികച്ചതുമാണ്.
എന്നാൽ ഏജന്റുമാർക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ വളരെ കുറവായതിനാൽ അവർ ഒരിക്കലും പൊതുമേഖലാ പോളിസികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറില്ല. ഒരു പോളിസി ഉടമ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള നിയമപരമായ അവകാശങ്ങളെക്കുറിച്ചും പരിരക്ഷകളെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. തികച്ചും ന്യായമായ ഒരു മെഡിക്കൽ ക്ലെയിം നിഷേധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് കേരള ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇൻഷുറൻസ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്നാണ് ഡോക്ട്രിൻ ഓഫ് ഗുഡ് ഹെൽത്ത്. ഇതനുസരിച്ച് പോളിസി നൽകുന്നതിന് മുമ്പ് തന്നെ വ്യക്തികളുടെ ആരോഗ്യ വിവരങ്ങളിൽ സംശയമുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇൻഷുറൻസ് കമ്പനിക്കാണ്. അല്ലാതെ പോളിസി വിറ്റ ശേഷം ക്ലെയിം വരുന്ന സമയത്ത് മാത്രം മുൻകാല അസുഖങ്ങളുടെ പേര് പറഞ്ഞ് തുക നിഷേധിക്കാൻ കമ്പനികൾക്ക് അവകാശമില്ല. അതുപോലെ തന്നെ സുപ്രധാനമാണ് 5 വർഷത്തെ മൊറട്ടോറിയം പീരീഡ് വ്യവസ്ഥ. തുടർച്ചയായി 5 വർഷം ഒരു പോളിസിയിൽ അംഗമായിരിക്കുകയും പ്രീമിയം മുടങ്ങാതെ അടയ്ക്കുകയും ചെയ്യുന്ന ഒരാളുടെ ക്ലെയിം മറച്ചുവെക്കപ്പെട്ട അസുഖങ്ങളുടെ പേരിൽ പിന്നീട് നിഷേധിക്കാൻ കമ്പനികൾക്ക് സാധിക്കില്ല. വ്യക്തമായ തട്ടിപ്പുകളോ പോളിസിയിലെ സ്ഥിരമായ ഒഴിവാക്കലുകളോ അല്ലാതെ മറ്റൊരു കാരണവും ഇതിനായി ചൂണ്ടിക്കാണിക്കാൻ ഇൻഷുറൻസ് കമ്പനിക്ക് നിയമപരമായി അധികാരമില്ല. എല്ലാ രേഖകളും കൃത്യമായിരുന്നിട്ടും നിങ്ങളുടെ ക്ലെയിം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും ഭയന്ന് പിന്മാറരുത്. ആദ്യം തന്നെ ഏത് പോളിസി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ക്ലെയിം നിരസിച്ചതെന്ന് വ്യക്തമാക്കി രേഖാമൂലം വിശദീകരണം നൽകാൻ കമ്പനിയോട് ആവശ്യപ്പെടുക. തുടർന്ന് കമ്പനിയുടെ തന്നെ ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസർക്ക് പരാതി നൽകാം. അവിടെ നിന്നും അനുകൂലമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ 30 ദിവസത്തിനകം നിങ്ങൾക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. പോളിസി ഉടമകൾക്ക് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്ന ഒരു നിയമസഹായ സംവിധാനമാണിത്. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ബീമാ ഭരോസ പോർട്ടൽ വഴിയോ 155-255 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നേരിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്ലെയിമുകൾ സുതാര്യമായി ട്രാക്ക് ചെയ്യാൻ നാഷണൽ ഹെൽത്ത് ക്ലെയിം എക്സ്ചേഞ്ച് എന്ന പുതിയ സംവിധാനവും ഇപ്പോൾ നിലവിലുണ്ട്. ഇവയെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ വലിയ തുകയുടെ തർക്കങ്ങളിൽ നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക. ഏജന്റുമാരുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾക്കപ്പുറം രേഖകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പൊതുമേഖലാ കമ്പനികളെ തിരഞ്ഞെടുക്കുക. വഞ്ചിക്കപ്പെട്ടാൽ പോരാടാൻ തയ്യാറാകുക. നിങ്ങളുടെ ജീവനും സമ്പാദ്യത്തിനും വില പറയാൻ ഒരു ഇൻഷുറൻസ് കമ്പനിയെയും അനുവദിക്കാതിരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.